അവളുടെ ഓരോ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ വിഷമമാണ്. വല്ലാത്ത വികൃതിയാ, ഒരിടത്തും അടങ്ങിയിരിക്കില്ല. കുഞ്ഞുങ്ങളായ കുറെ കുസൃതിയൊക്കെ വേണം അല്ലേ മോളെ? പിന്നല്ലാതെ മമ്മിയെ പോലെയാ ഞാൻ വെരി സ്മാർട്ടാ അല്ലേ ഒറ്റയ്ക്ക? പിന്നെ അല്ലേ? അയ്യോ, ഞാനിന്നെ എപ്പോഴും ഉറങ്ങുന്ന ഭാവിയെ കണ്ടില്ല. കൊച്ചു ചുണ്ട, കൊച്ചു മൂക്ക്. മമ്മി, ഞാൻ ആ ഭാവിയെ കണ്ടിട്ട് ഇപ്പൊ വരാട്ടോ. എല്ലാം ഫേറ്റാണ് കുട്ടി. സൂസി പറഞ്ഞപ്പോഴാണ് ഞാൻ വിവരങ്ങളൊക്കെ അറിഞ്ഞത്. ജീവിതകാലം മുഴുവൻ അതേക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല. മരണം അതാർക്കും ഏത് നിമിഷവും സംഭവിക്കും. രേഖയുടെ ഹസ്ബൻഡിന്റെ ജീവിതത്തിലേക്ക് മരണം കടന്നു വന്നത് ഒരു ബൈക്ക് ആക്സിഡന്റിന്റെ രൂപത്തിലായിരുന്നു, അത്രമാത്രം. രമ്യമോൾ അവളുടെ ഡാഡിയെ കുറിച്ച് എപ്പോഴും ചോദിക്കാറുണ്ടോ? ഇല്ല. രമ്യമോൾക്ക് അവളുടെ അച്ഛനെ കണ്ട ഓർമ്മ പോലും ഉണ്ടാവില്ല. സോറി, ഓർമ്മിപ്പിക്കാൻ പാടില്ലാത്തതാണ് ഞാൻ ഓർമ്മിപ്പിച്ചത്. മോളെ, എനിക്കൊരു മകളില്ല, മരുമകളുമില്ല. നിന്നെ കണ്ടപ്പോ, നിന്റെ കഥകൾ അറിഞ്ഞപ്പോ എനിക്കില്ലാത്തതിന്റെ മകളുടെ ദുഃഖമായിട്ടാണ് എനിക്ക് തോന്നിയത്. സാന്ത്വന വാക്കുകൾ വെറും ഫോർമാലിറ്റീസ് ആണെന്ന് എനിക്കറിയാം. എങ്കിലും അതുകൊണ്ട് നിന്റെ മനസ്സിനൊരു അല്പം ആശ്വാസം ലഭിച്ചാൽ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. കരഞ്ഞതുകൊണ്ട് നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു കിട്ടില്ല മോളെ. ഞാൻ വരട്ടെ. രേഖേ, ഇതെന്റെ മകൻ ബാലചന്ദ്രൻ, പൈലറ്റ് ഓഫീസറാണ്. ഇത് രേഖ, രമ്യയുടെ അമ്മ. ഷീസ് വർക്കിംഗ് ഇൻ ദി അഡ്മിറൽ ട്രാവൽസ്. ഞാൻ വരട്ടെ. മത്തായി, സൂസിയുടെ അവര് മൂന്നാമാറ്റി പോയി. സിസ്റ്റർ വന്ന് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കേട്ടാ. ബാലേട്ടാ, ആരാ അത്? അത് ആ വിശ്വനാഥ സാറിന്റെ മകനാ, സുസി താക്കോൽ. വരാം മോളെ, മോള് കയ്യിൽ വിട്, അങ്ങനെ വരാം. വിനയനോ? ഇരിക്കൂ. ചേച്ചി ഇന്ന് ഓഫീസിൽ പോയില്ലേ? ഇന്ന് ഞായറാഴ്ചയല്ലേ? ഡാഡിക്ക് എന്ന് പോയാന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്? കൃത്യമായൊരു തീയതി പറഞ്ഞിട്ടില്ല. ഞാൻ കാപ്പി എടുക്കാം. അങ്കിളിന് ചോക്ലേറ്റ് വേണോ? മമ്മി, ചോക്ലേറ്റ് എവിടെയാ വെച്ചിരിക്കുന്നത്? ബാഗിലുണ്ട് മോളെ. അതൊന്നുമില്ലല്ലോ. അയ്യോ മോളെ, എല്ലാം താഴെ പോയി. ഇനി മോളൊരു കാര്യം ചെയ്യും, മോൾ അങ്കിളുടെ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരൂ. ചെല്ലു.
താങ്ക് യു മോളെ. ദാ. മോളെ ഇതെല്ലാം ബാഗിലെടുത്ത് വെക്കണ്ടേ? ആ ദാ. ആ. അപ്പൊ കൂട്ടാ എന്താ കേട്ടാ അത്? വെഡിങ് കാർഡിന്റെ പ്രൂഫാ. നോക്കട്ടെ. ബാലചന്ദ്രൻ വിത്ത് ഷീല. വരന്റെയും വധുവിന്റെ ഒരു ഫോട്ടോ കൂടി കൊടുത്താൽ നന്നായിരിക്കും. ആ, അത്രയൊക്കെ നന്നായി മതി. വെഡിങ് കാർഡ് കണ്ടാൽ നല്ല ഗ്രാൻഡ് ആയിരിക്കണ്ടേ ചേട്ടാ? വേണമെങ്കിൽ ചേട്ടന്റെ നല്ല ഗ്ലാമർ ഉള്ളൊരു ഫോട്ടോ ഞാൻ തരാം. പഴയതാണെങ്കിലും ഗ്ലാമർ ഉള്ളത് കൊണ്ട് ഞാൻ എടുത്തു വെച്ചു. നിനക്ക് തുറന്നു കിട്ടി? ആ, കിട്ടേണ്ടിടത്തുനിന്ന് തന്നെ. ചേട്ടാ, ആരാണ് ഈ പാർട്ടി? ഏത് പാർട്ടി? നീ എന്തായി പറയുന്നേ? മറയ്ക്കാനൊന്നും നോക്കണ്ട, എനിക്കറിയാം. ചേട്ടന്റെ പഴയ ലൈനല്ലേ? ചേട്ടൻ ഇത്രയും കാലം വിവാഹം കഴിക്കാതിരുന്നതിന്റെ കാര്യം ഇപ്പോഴല്ലേ പുറത്തു വന്നത്? നിർത്താ, അവൻ ക്രോസ് ചെയ്യാൻ വന്നിരിക്കുന്നു. അതിനിത്ര ചൂടാവുന്ന എന്തിനാ? ചെറുപ്പത്തിലെ എന്നെ പോലെ അല്പം റൊമാൻസ് ഒക്കെ ഉണ്ടാവുന്ന രസമല്ലേ? ആ, പ്രേമവും ബന്ധവും ഒക്കെ ഉപേക്ഷിച്ച് വരുമ്പോ ഫോട്ടോയിൽ ലെറ്ററും തിരിച്ചു വാങ്ങാൻ മറക്കാവോ ചേട്ടാ? ഏതായാലും എന്റെ കൈ കിട്ടിയത് നന്നായി. കല്യാണമൊക്കെ നിശ്ചയിച്ചിരിക്കുക, ഡാഡി അറിയണ്ട. അമ്പട കൊച്ചു കള്ള. ബാക്കിയുള്ളവനൊന്ന് പ്രേമിക്കുന്നത് കണ്ടപ്പോ എന്ത് വരട്ടായിരുന്നു. പ്രേമവും ശൃംഗാരവും ഒക്കെ കഴിഞ്ഞ് റിട്ടയർഡ് ആയിരിക്കുന്ന പാർട്ടിയാ ഇപ്പൊ നമ്മളെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നത്. നമ്മുടെ കാര്യം എന്തെങ്കിലും ഡാഡിയോട് പറഞ്ഞ ഒരു വെടിക്കുള്ള മരുന്ന് നമ്മുടെ കയ്യിലും ഉണ്ട്. ആ, ഗുഡ് ഈവനിങ് അങ്കിൾ. ഗുഡ് ഈവനിങ്. ഡാഡി ഇൻവിറ്റേഷൻ കാർഡൊക്കെ അടിച്ചു കിട്ടി. ഡാഡിക്ക് ആർക്കൊക്കെ അയക്കണമെന്ന് വെച്ചാ ഞാൻ അയച്ചോളാം. ഗുഡ്. നോക്കട്ടെ മുത്തച്ഛ. ബാലചന്ദ്രൻ വിത്ത് ഷീല. ആരാ അങ്കിൾ ഈ ഷീല? ഈ അങ്കിൾ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണാ മോളെ. ഡാഡിക്ക് എന്ന് ഡിസ്ചാർജ് ചെയ്യുമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ ഒന്നും പറഞ്ഞില്ല, ഒരാഴ്ച കഴിഞ്ഞ് പോകാൻ തോന്നും. ആ, നിനക്ക് ക്ഷണിക്കേണ്ടവരെയൊക്കെ നീ നേരിട്ട് എഴുതി വിളിച്ചോ. നമ്മുടെ ബന്ധുക്കളെയൊക്കെ നീ നേരിട്ട് പോയി വിളിക്കണം. ആ, എനിക്ക് അറിയിക്കാനുള്ളവരെ ഞാൻ വിനയനെ കൊണ്ട് എഴുതിച്ചറിയിച്ചോളാം. ആ, പോവാം. ആ, രേഖേ, വരുന്ന 15-ാം തീയതി ബാലേന്ദ്രന്റെ വിവാഹമാണ്. ബാലേന്ദ്ര, ആദ്യത്തെ ഇൻവിറ്റേഷൻ രേഖയ്ക്ക് എഴുതി കൊടുക്കുക. വിവാഹത്തിന്റെ തലേ ദിവസം തന്നെ വരണം. ബാലേന്ദ്രന് സഹോദരികൾ ആരുമില്ല. ഒരു സഹോദരിയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നീ തന്നെ വേണ്ടതെല്ലാം ചെയ്യണം. എന്താ ഒന്നും വേണ്ടാത്തത്? നീ വരില്ലേ? വരാം. വിവാഹം കഴിഞ്ഞ് 1 വർഷം തികയുന്നതിന് മുമ്പ് വൈധവ്യം അനുഭവിക്കേണ്ടി വരും. ദൈവം അവളോട് കടുത്ത ക്രൂരതയാണ് കാട്ടിയത്. എനിക്കിനി 2 മണിക്കൂറുടെ ഓവർ ടൈം ഉണ്ട്. അത് കഴിഞ്ഞ് ഞാൻ വന്നേക്കാം. രേഖേ, എനിക്ക് രേഖയോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. മോളെ, നിങ്ങൾ പൊയ്ക്കോ, മമ്മി വന്നേക്കാം.
ഇനിയും എന്റെ ജീവിതം നശിപ്പിക്കാനാണ് നിന്റെ ഉദ്ദേശം. ബാലേട്ടാ, വിനയന്റെ കയ്യിൽ ആ ഫോട്ടോ കൊടുത്തയച്ചത് എന്റെ വിവാഹം മുടക്കാനായിരിക്കും. ഫോട്ടോയോ? ഏത് ഫോട്ടോ? നീ ഒന്നും അറിഞ്ഞില്ലല്ലേ? നിന്നെ സ്നേഹിച്ചു എന്നൊരു തെറ്റേ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനതൊക്കെ പ്രതിഫലവും നീ എനിക്ക് തന്നു. ഒരു കുടുംബം ഉണ്ടാക്കാനുള്ള കൊതി കൊണ്ടല്ല, എന്റെ വയസ്സായ അച്ഛന്റെ നിർബന്ധം കൊണ്ടാണ് ഞാൻ ഈ വിവാഹത്തിന് തയ്യാറായത്. ഭാര്യയും കുഞ്ഞും കുടുംബവും ഒക്കെ എന്റെ മനസ്സിലെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. അതൊക്കെ എന്നേ തകർന്നു. വീണ്ടും ഒരിക്കൽ തമ്മിൽ കാണരുതെന്ന് ആഗ്രഹിച്ചവനാണ് ഞാൻ. ബാലേട്ടാ, ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദന ബാലേട്ടന് അറിയില്ല, ആർക്കും അറിയില്ല. ഒരേ സമയം ഒന്നിലേറെ പേരെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാനുള്ള അനുഗ്രഹവും അവസരങ്ങൾക്കൊത്ത് അവയെ മാറ്റി പ്രതിഷ്ഠിക്കാനുള്ള വരവും ഈശ്വരൻ സ്ത്രീകൾക്ക് തന്നിട്ടുണ്ട്. ബാലേട്ടൻ നിന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, കേൾക്കാൻ ഞാൻ വിധിക്കപ്പെട്ടവളാ. ബാലേട്ടൻ എല്ലാ നന്മകളും ഉണ്ടാവാൻ ആഗ്രഹിച്ചവളാണ് ഞാൻ. ബാലേട്ടൻ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കണം.